ഹലോ സ്റ്റുഡൻസ്, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന 6 കുട്ടികളുടെ 2 സീരീസ് ഓഫ് ഡാറ്റ സെറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കും ഇംഗ്ലീഷിലെ മാർക്കും തമ്മിൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് യൂസിങ് സ്പിയർമാൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് ഡാറ്റ തരുന്നത്, ഒന്ന് റാങ്ക് തരുന്നത്. അപ്പോൾ ഇതിൽ ഡാറ്റയാണ് തന്നിരിക്കുന്നത്, റാങ്ക് അല്ല. അപ്പോൾ നമ്മൾ ഈ ഡാറ്റനെ റാങ്ക് ആക്കി മാറ്റണം. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ റാങ്ക് ഉപയോഗിക്കുന്നത്, റാങ്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം കൂടി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യം കൃത്യമായി വായിക്കുക. ഇതിനെ ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാബുലർ കോളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 2 ഡാറ്റ സെറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്ക്, അതിനെ ഞാൻ എക്സ് ആക്കി എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് R1 റാങ്ക് 1 എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന ഡാറ്റ സെറ്റിനെ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിലെ ഏറ്റവും ചെറുതിന് നമ്മൾ 1 എന്ന റാങ്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് കൂടി അസെൻഡിങ് ഓർഡറിൽ നമ്മൾ റാങ്ക് 2, 3, 4 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 3. അപ്പോൾ അതിന് ഞാൻ 1 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് വരുന്നത് 4 ആണ്, നമ്പർ 2 എന്ന് കൊടുത്തു. ബാക്കിയുള്ളത് ഞാൻ അക്കോർഡിംഗ്ലി മാർക്ക് ചെയ്യുകയാണ്. എല്ലാം ഞാൻ റാങ്ക് ചെയ്തു. ഇനിയുള്ളത് മാർക്സ് ഇൻ ഇംഗ്ലീഷ്, അതായത് വൈ ഡാറ്റ സെറ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ അടുത്ത കോളത്തിൽ റാങ്ക് 2, അതായത് ഇതിൻ്റെ റാങ്കുകളാണ്, ഡാറ്റ സെറ്റ് ഇംഗ്ലീഷിൻ്റെ റാങ്കാണ് കൊടുക്കാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഏറ്റവും ചെറുതിന് റാങ്ക് 1 കൊടുക്കുക, റാങ്ക് 2 അക്കോർഡിംഗ്ലി മാർക്ക് ചെയ്യുന്നു. അങ്ങനെ ഞാൻ 2 ഡാറ്റ സെറ്റിൻ്റെയും റാങ്കിങ് ഞാൻ ചെയ്തു. അടുത്ത ചെയ്യേണ്ടത് ഡി കണ്ടുപിടിക്കലാണ്. ഡി ഇസ് ദ ഡിഫറൻസ്. ഡി ഈസ് ഈക്വൽ ടു R1 മൈനസ് R2, 5 മൈനസ് 4 is equal to 1, 3 മൈനസ് 1 equal to 2. അങ്ങനെ ബാക്കിയുള്ളത് ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ ഈ ഒരു ഡാറ്റ സെറ്റ്, നെക്സ്റ്റ് വൺ ഇസ് ഡി സ്ക്വയർ. ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ സ്ക്വയർ ചെയ്യണം, കാരണം ഈ നെഗറ്റീവ്സ് ഒക്കെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 2 സ്ക്വയർ 4, 0, 2 സ്ക്വയർ 4, 2 സ്ക്വയർ 4. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 14 ആണ്. അതായത് സിഗ്മ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 14. ഇനി നമ്മൾക്ക് നമ്മളുടെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റിൻ്റെ ഫോർമുല ഇതാണ്. റോ, ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ഗ്രീക്ക് ലെറ്റർ റോ. റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ക്യൂബ് മൈനസ് എൻ. അപ്പോൾ 2 അൺനോൺസ് ആണുള്ളത്. ഒന്ന് സിഗ്മ ഡി സ്ക്വയർ. സിഗ്മ ഡി സ്ക്വയർ നമ്മൾ നേരത്തെ 14 എന്ന് ലഭിച്ചു. ഇനി എൻ എന്ന് പറയുന്നത് എത്ര ഡാറ്റ ഉണ്ടെന്നുള്ളതാണ്. 1, 2, 3, 4, 5, 6. എൻ ഇസ് ഈക്വൽ ടു 6. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു 14 ബൈ 6 ക്യൂബ് മൈനസ് നമുക്കിതിൻ്റെ വാല്യൂ 0.6 എന്ന് ലഭിച്ചു. അപ്പോൾ 0.6 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കോറിലേഷനാണ്, മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ നമ്മളുടെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 0.6 ആണെന്ന് ലഭിച്ചു. ഇൻ്റർപ്രിട്ടേഷൻ മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് ലഭിച്ചു. സോ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. താങ്ക് യു വെരി മച്ച്.